എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു ഡബിൾ എക്സൽ കുർത്തിയുടെ കട്ടിങ് സ്റ്റിച്ചിങ്ങാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഇതിപ്പോൾ ഞാൻ നൈറ്റി പീസിലാണ് കാണിക്കാൻ പോകുന്നത്. ഇത് അപ്പോൾ നൈറ്റി പീസിൽ ഇപ്പോൾ എല്ലാവരും നൈറ്റി പീസിലല്ലേ കാഷ്വൽ ഡ്രസ്സൊക്കെ തയ്ക്കുന്നത്. അപ്പോൾ അതുപോലെ നൈറ്റി പീസിലാണ് കേട്ടോ ഞാനിത് കാണിക്കാൻ പോകുന്നത്. ഇത് 290ൻ്റെ മെറ്റീരിയലാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, ഒരു 2 മീറ്ററോളം കട്ട് ചെയ്തെടുക്കും. ഫുൾ നൈറ്റി മെറ്റീരിയൽ ഇത് 2 മീറ്ററോളം കട്ട് ചെയ്തെടുത്തിട്ട് അതിലാണ് നമ്മൾ കുർത്തി സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഇതിപ്പോൾ ഞാൻ നിങ്ങളുടെ തുണി ഒന്ന് കാണിക്കുന്നത് നല്ല പ്യുവർ കോട്ടൺ ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് 2 മീറ്റർ അളന്നതിന് ശേഷം നമുക്കൊരു കുർത്തിക്ക് 2 മീറ്റർ തുണി മതിയാകും. അത് കട്ട് ചെയ്ത് അളന്നതിന് ശേഷം ഇത് മടക്കിയിടുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഞാൻ ഇത് 2 മീറ്റർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 290 നമുക്ക് നൈറ്റിയുടെ പീസ് ഇടുന്നത്. അതിന് 2 മീറ്റർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കൊരു ടോപ്പ് തയ്ക്കാൻ 2 മീറ്റർ മതി. പിന്നെ ഞാൻ എൻ്റെ ചീത്ത വശത്താണ് മാർക്ക് ചെയ്യാൻ പോകുന്നത്. ഇത് കസ്റ്റമറിന് കൊടുക്കാനുള്ള ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ചീത്ത വശത്ത് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് കുറച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന തരത്തിലുള്ള കളറ് ഞാൻ എടുക്കാം. പക്ഷേ നിങ്ങൾക്ക് വ്യക്തമായില്ലെങ്കിൽ നിങ്ങൾ വീഡിയോ ഒന്നും കൂടി കണ്ടു നോക്കണം കേട്ടോ. അതിന് ഞാൻ 2ആയിട്ട് നമ്മൾ നീളം കണക്കാണ് മടക്കിയിരിക്കുന്നത്. ഇങ്ങനെയല്ലേ നീളം വരുന്നത്, അങ്ങനെ അവിടെ നിന്ന് 2ആയിട്ടാണ് ഞാൻ മടക്കിയിരിക്കുന്നത്. കണ്ടോ, നീളം കണക്കിനാണ് 2ആയിട്ട് മടക്കിയിരിക്കുന്നത്. ഇതാണ് ഫോൾഡിങ് വശം കേട്ടോ. ഇനി നമ്മളിതിനെ നീളത്തിൽ മടക്കിയതിന് ശേഷം ഇതിന് നമുക്ക് എത്രയാണോ വീതി വേണ്ടത് അതനുസരിച്ച് മാത്രം ഇട്ട് ഫുള്ളായിട്ട് മടക്കണ്ട. ഇപ്പം നമുക്ക് വീതി എത്രയാണെന്ന് അറിയണമെങ്കിൽ നമ്മൾ താഴത്തെ ബോട്ടം ഭാഗത്ത് എത്രയാണ് വേണ്ടതെന്ന് നമ്മൾ നോക്കണം. ഇപ്പം എനിക്കിവിടെ ബോട്ടം ഭാഗത്ത് വേണ്ടത് 14ആണ്. അപ്പോൾ താഴ്ഭാഗത്തുള്ള വീതിയാണ് ഏറ്റവും കൂടിയ വീതി. അതനുസരിച്ചിട്ട് വേണം നമ്മൾ തുണി മടക്കിയിടാൻ. എനിക്കിപ്പം 14 അപ്പോൾ 14 ഇഞ്ചിൽ വേണം ഇത് നമുക്ക് മടക്കിയിടാം. അപ്പോൾ നമ്മൾ മടക്കിയിടപ്പോൾ ഇത് ഞാൻ എടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മടക്കിയിട്ടതിന് ശേഷം നമ്മളൊന്ന് അളന്ന് നോക്കണം. 14 ഇഞ്ച് ഉണ്ടോ എന്ന് അളന്ന് നോക്കണം. ഇങ്ങനെ ഇപ്പോൾ ഇത് എനിക്ക് 12 ഉള്ളൂ. അപ്പോൾ വീണ്ടും നമ്മൾ അതിനെ 14 ഇഞ്ചിലോട്ട് ആക്കണം കുറച്ചുകൂടി. കാരണം നമുക്ക് തുണി വേസ്റ്റായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് സ്ലീവിനൊന്നും തുണി തികയത്തില്ല. വീണ്ടും ഒന്നും കൂടി നമ്മളിങ്ങനെ അളന്നെടുക്കണം. 13.5 ഉള്ളൂ. അപ്പം വീണ്ടും കുറച്ചുകൂടി കണ്ടോ, 14 ഒരു 4 ഇഞ്ച് കൂടിയാലും കുഴപ്പമില്ല. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ തുണി മടക്കിയത്. അപ്പോൾ ഞാൻ ഇത് മടക്കി ഇട്ടതിന് ശേഷം കാണിക്കാം. അപ്പോൾ ഞാനിത് മടക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഇതിൻ്റെ വീതി നമ്മൾ 4ആയിട്ട് മടക്കി ഇട്ടതിന് ശേഷം 17 വരുന്നുള്ളൂ. അപ്പോൾ എന്തായാലും സ്ലീവിന് ഇവിടെ ഈ ഭാഗത്തുനിന്ന് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഫുള്ളായിട്ടങ്ങ് മടക്കി. പക്ഷെ നിങ്ങൾ നൈറ്റി പീസിലല്ല, സാധാരണ നമ്മൾ തുണി വാങ്ങിച്ചിട്ട് തയ്ക്കുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ബോട്ട ഭാഗത്തിൻ്റെ വീതി അനുസരിച്ചിട്ട് വേണം തുണി ഇടാം. അപ്പോൾ നമുക്ക് സ്ലീവിന് ഇവിടെ നിന്ന് കിട്ടും കേട്ടോ. ഇതിപ്പോൾ ഞാൻ നൈറ്റി പീസിൽ വീതി കുറവായത് കൊണ്ട് ഞാൻ 17 ഇഞ്ച് ഉള്ളൂ. പിന്നെ ഒരു ശകലം വ്യത്യാസം വരുന്നത്. അതുകൊണ്ട് ഞാൻ 2ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ മടക്കിയിടുന്ന പറഞ്ഞാൽ നിങ്ങൾ നമ്മൾ ക്ലോത്ത് വാങ്ങിച്ചതിന് ശേഷം നിങ്ങളത് മടക്കിയിടല്ലേ കേട്ടോ. എങ്കിൽ നിങ്ങൾക്ക് സ്ലീവിന് തുണി തികയത്തില്ല. ഇതെനിക്ക് താഴ്ഭാഗത്ത് എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്തെടുത്ത് വെച്ചില്ല, അവിടെ നിന്ന് സ്ലീവിന് കിട്ടുമെങ്കിൽ അതെടുക്കും കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ അളവുകളൊക്കെ ഒന്ന് പറയാം. അപ്പോൾ നമ്മൾ ഡബിൾ എക്സൽ സൈസിലുള്ള നൈറ്റിയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിനുള്ള അളവുകളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാനിതൊരു കസ്റ്റമറിന് വേണ്ടിയിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലത്തെയുള്ള ക്യാഷ്വലായിട്ടുള്ളതും ഡിസൈനർ ആയിട്ടുള്ള കുർത്തികളോ നൈറ്റികളോ ഒക്കെ വേണമെങ്കിൽ ഞാൻ വാട്സാപ്പ് നമ്പറിൽ കൊടുത്തേക്കും. നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങൾക്ക് ഞാൻ സ്റ്റിച്ച് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ആവശ്യമുള്ളവർ മെസ്സേജ് അയക്കുക. അപ്പോൾ നമുക്ക് അടുത്തത് അളവുകളൊക്കെ ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം ഞാൻ അളവ് എടുക്കുന്നത് ഷോൾഡറാണ്. അപ്പോൾ നമുക്ക് ഈ ഡബിൾ എക്സൽ സൈസിലുള്ള ആൾക്കാരുടെ ഷോൾഡർ എന്ന് പറയുന്നത് നമുക്ക് ഒരു 7.25 7.5 എടുക്കാം. അപ്പം ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് 7.25 7.3. നമുക്കൊരു 7.25 എടുക്കാം. 7.5 എടുക്കണ്ട, 7.25 എടുക്കാം. ഞാൻ റോസ് കളറുള്ള ചോക്കാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇത് കസ്റ്റമറിന് കൊടുക്കാനുള്ളത് കൊണ്ടാണ് ഞാൻ ചീത്ത വശത്ത് മാർക്ക് ചെയ്യുന്നത്. നിങ്ങൾ കാണുന്നില്ലെങ്കിൽ ഞാൻ പറയുന്ന അളവുകളൊന്ന് ശ്രദ്ധിച്ച് കേട്ടാൽ മതി. അപ്പോൾ ഷോൾഡർ നമ്മൾ എത്ര എടുത്തു? 7.25 എടുത്തു. ഇനി ഡൗൺ ചെയ്യേണ്ടത് നമ്മൾ താഴ്ഭാഗത്ത് ആം ഹോളില്ലേ, ആം ഹോൾ ലെങ്ത് ഇല്ലേ, അതും 7.25 തന്നെ മാർക്ക് ചെയ്യാം. നമുക്ക് കറക്റ്റായിട്ട് പിടിച്ച് വെച്ചിട്ട് വേണം മാർക്ക് ചെയ്യാൻ. അളവിൽ വ്യത്യാസം വരരുത്. നമ്മളിവിടെ സെൻറ്ററിൽ നോക്കണം. ഇവിടെയുള്ള 7.25 ഇവിടെ ഉണ്ടോ എന്ന്. 7.25
അതുപോലെ തന്നെ ഇത് 7.25. നമ്മളിവിടെ 7.25 നോക്കണം, കറക്റ്റ് അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഇവിടുത്തെ വിട്ട് നമ്മൾ മുകളിലെടുത്ത് അതേ സെയിം വിട്ടാണോ നോക്കണം. 7.25 കറക്റ്റ് ഉണ്ട്. എന്നിട്ട് നമുക്കിത് നമ്മൾ ജോയിൻ ചെയ്യാം. ഒരു സ്കെയിൽ വെച്ചിട്ട് ഇത് നമുക്ക് ജോയിൻ ചെയ്യാം. ഇനി നമുക്ക് ചെസ്റ്റ് എടുക്കണം. ഇവിടെ ചെസ്റ്റ് ഞാൻ എടുക്കുന്നത് 11 കേട്ടോ. ചെസ്റ്റ് 11, 44 ആണ് ഫുൾ ചെസ്റ്റ്. അതിന് നമ്മൾ ലൂസെല്ലാം കൂട്ടിയിട്ട് പിന്നെ കാൽ ഭാഗം എടുക്കുമ്പോൾ 11 ഇഞ്ചാണ് വരുന്നത് കേട്ടോ. ഡബിൾ എക്സൽ സൈസിലുള്ളതാണ് 11. 2 ഇഞ്ച് കൂട്ടി നമുക്ക് 13 എടുക്കുക. 2 ഇഞ്ച് നിങ്ങൾ എപ്പോഴും ഇട്ടേക്കണം. കാരണം എന്തെങ്കിലും ഒരു നമുക്ക് അവസാനം സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നാൽ നമുക്ക് അളവ് കൂട്ടാൻ വേണ്ടി 2 ഇഞ്ച് കൂടുതൽ ഇട്ടാലും കുഴപ്പമില്ല. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ 1.5 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് ബാക്കി കട്ട് ചെയ്ത് കളയാം കേട്ടോ. ഇനി അതേപോലെ തന്നെ ഇവിടെയും എടുക്കണം 7.25. എന്നിട്ട് ഇത് തമ്മിൽ യോജിപ്പിക്കുക. അപ്പോൾ ഇതാണ് കറക്റ്റ് ചെസ്റ്റ്. ഇത് 2 ഇഞ്ച് കൂടുതൽ എടുത്തിരിക്കുന്നതാണ് കണ്ടോ. പിന്നെ നമുക്ക് ഇങ്ങോട്ട് തുണിയില്ല, അതാണ് ഞാൻ ഇത് ഫുള്ളായിട്ട് മടക്കിയിട്ടത് കേട്ടോ. മറ്റേ നമ്മൾ വാങ്ങിക്കുന്ന സെപ്പറേറ്റ് വാങ്ങിക്കുന്ന തുണിയാണെങ്കിൽ നമുക്ക് ഒരുപാട് തുണി എക്സ്ട്രാ കിടക്കും. അപ്പം നമുക്ക് ഞാൻ പറഞ്ഞ രീതിയിലാണ് മടക്കിയിട്ട്. ഇത് തുണി ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ മടക്കിയിട്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഒരു 1.5 ഇഞ്ചോളം നമുക്ക് ഇവിടെ നിന്ന് മാർക്ക് ചെയ്യാം. 1.25 എടുക്കാം കേട്ടോ. 1.25 അടുപ്പിച്ച് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് നോക്കണം. 7.25 സെൻറ്റർ നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇങ്ങനെ മടക്കി വയ്ക്കുക. മടക്കി വെച്ചതിന് ശേഷം സെൻറ്റർ. എന്നിട്ട് ഇവിടെ നിന്ന് നമുക്ക് ഇങ്ങനെ നിങ്ങൾ ശരിക്കും ഇവിടെ നിന്ന് ഇത്രയും എടുത്ത് തന്നെയാണ്. കാരണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോകുമ്പോൾ കുറച്ചുകൂടി ഇത് താഴോട്ട് ഇറങ്ങും കേട്ടോ. നമ്മളിതിങ്ങനെ ഈ ആംഹോൾ നിങ്ങൾ അറിയും ഇത്രയും ഡിസ്റ്റൻസ് ഇവിടെ ഉണ്ടല്ലോ, അപ്പോൾ അത് കൂടുതലാവത്തില്ലേ എന്ന് നിങ്ങൾ വിചാരിക്കും. കാണാൻ പറ്റുന്നുണ്ടോ ചോക്ക്? അപ്പോൾ ഒന്ന് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് വേറെ ഏത് ചോക്കിട്ട് വരച്ചാലും ഇത് കാണാൻ പറ്റത്തില്ല. അങ്ങനെ തുണിയാണ്. ഞാൻ നിങ്ങൾക്ക് മാക്സിമം കാണാൻ പറ്റുന്ന ചോക്കിട്ടാണ് വരച്ചിരിക്കുന്നത്. നമ്മൾ ഇവിടെ നിന്ന് ഒരു 1/2 ഇഞ്ചോളം തയ്യൽത്തും പോകില്ലേ, വീണ്ടും താഴത്തോട്ട് ഇറങ്ങും. അപ്പം കറക്റ്റായിരിക്കും കേട്ടോ. അപ്പം നിങ്ങളത് ഇത്രയും ഗ്യാപ്പ് ഇട്ടേക്കുന്നതെന്ന് വെച്ച് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ കറക്റ്റാവും. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം? ഒരു 1/2 ഇഞ്ച് ഇവിടെ താഴ്ത്തി വരയ്ക്കണം. ഇത് ഇവിടെ നിന്ന് 1/2 ഇഞ്ച് എന്തിനാണെന്നറിയാം? നമുക്ക് ഫ്രണ്ട് ആകുമ്പോൾ കുഴിച്ച് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് ഫ്രണ്ട് ആം ഹോളാണ്. അപ്പം ബാക്കുമായി ഫ്രണ്ട്. ഇനി നമുക്ക് എടുക്കേണ്ടത് എന്താണ്? വേസ്റ്റ് ലൈനാണ്. വേസ്റ്റ് ലൈനായിട്ട് കുറച്ച് പൊക്കമുള്ള ആളിന് വേണ്ടതായതുകൊണ്ട് 14 ഇഞ്ച് എടുക്കുന്നുണ്ട്. തയ്യൽത്തുമ്പ് ഉൾപ്പെടെ 14. ഇവിടെയും 14 ഇഞ്ച് മാർക്ക് ചെയ്യാം. എന്നിട്ട് അവിടുത്തെ വിടുത്ത് ഞാൻ നമ്മൾ ചെസ്റ്റിനെ കടലപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒരു റെഡിമെയ്ഡ് ടൈപ്പിലാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റ് അളവ് നമുക്ക് കിട്ടിയിട്ടില്ല. അവർ ഡബിൾ എക്സൽ സൈസിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞത്. നമുക്കൊരു ഊഹം വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് കിട്ടിയാലേ നമുക്ക് ചെസ്റ്റിൻ്റെ അവിടെ എത്രയാണെന്നും വേസ്റ്റിൻ്റെ അവിടെ എത്രയാണെന്നൊക്കെ അറിയാൻ പറ്റും. അപ്പം ഞാൻ പറയുന്നത് നമ്മൾ ചെസ്റ്റ് എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ 1 ഇഞ്ച് കുറച്ചിട്ട് വേണം വേസ്റ്റിൻ്റെ അവിടെ എടുക്കാൻ. എന്തായാലും ചെസ്റ്റിൻ്റെ അടുത്ത വണ്ണം വേസ്റ്റിൻ്റെ അവിടെ കാണത്തില്ല. നമ്മൾ തയ്യൽത്തുമ്പൂടെ എക്സ്ട്രാ ഇട്ടേക്കുന്നുണ്ട്. അവർക്കൊരു പക്ഷേ കൂടുതലും കുറഞ്ഞത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പിന്നീട് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇവിടുത്തെ വണ്ണം എടുക്കുന്നത് ഇവിടെ നമ്മൾ 11 ഇഞ്ചല്ലേ എടുത്തത്. അതിൽ നിന്ന് 1 ഇഞ്ച് കുറച്ച് 10 ഇഞ്ചാണ് എടുക്കുന്നത്. എപ്പോഴും 1 ഇഞ്ച് കുറവായിരിക്കും. പിന്നെ ഒരുപാട് ഷേപ്പൊക്കെ ഉള്ളവർക്കാണ് കുറച്ച് 2-1.5 ഇഞ്ചോളമൊക്കെ വ്യത്യാസം വരുന്നത് കേട്ടോ. നോർമലി 1 ഇഞ്ചായിരിക്കും. അപ്പം നമുക്കിവിടെ 10 ഇഞ്ച് എടുക്കാം. 2 ഇഞ്ച് തയ്യൽ തുമ്പ് ഉൾപ്പെടെ 12 ഇഞ്ച് കണ്ടോ. ഇതാണ് കറക്റ്റ്. ഇത് കറക്റ്റ്. ഇത് തയ്യൽ തുമ്പ്. ഇനി നമുക്ക് ഹിപ്പ് ലൈൻ എന്ന് പറയുന്നത് സാധാരണ നമ്മൾ 18 വെച്ച് തുടങ്ങാം. ഞാനിവിടെ ഒരു 21 എടുക്കുകയാണ് കേട്ടോ. 21 വെച്ചിട്ടാണ് എടുക്കുന്നത്. ഹിപ്പ് എൻ്റെ ലെങ്ത് ഇവിടെയാണ് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല നേരത്തെ, അതുകൊണ്ടാണ് ഞാൻ താഴോട്ട് നീക്കിയിട്ടത് കേട്ടോ. 21 കണ്ടോ. ഇവിടെയാണ് 21 വന്നത്. ഇനി ഇവിടുത്തെ വണ്ണം ഇവിടെ നമ്മൾ 21 എടുക്കണം. ഇനി ഇവിടുത്തെ വണ്ണം എന്ന് പറയുന്നത് നമ്മൾ ചെസ്റ്റിനൊക്കെ 2 ഇഞ്ച് കൂട്ടിയാണ് എടുക്കുന്നത്. ചെസ്റ്റ് എത്രയാണ്? 11 ആണ്. അപ്പം
അതിൻ്റെ കൂടെ 2 ഇഞ്ചും കൂടെ കൂട്ടി 13 എടുത്തിരിക്കുന്നത് കേട്ടോ. നമുക്കിവിടെ 13 തയ്യൽ തുമ്പ് ഉൾപ്പെടെയാണ്. തയ്യൽ തുമ്പ് ഇല്ലാതെ നമുക്ക് ഹിപ്പെന്ന് പറയുന്നത് വേസ്റ്റ് എത്രയാണ് ഞാൻ ഇവിടെ എടുത്തത് 10 ഇഞ്ചാണ് എടുത്തത് അല്ലേ. അതിൻ്റെ കൂടെ 2 ഇഞ്ചും കൂടെ കൂട്ടി 12 ഇഞ്ച് വേണം നമ്മൾ ഹിപ്പിൻ്റെ അവിടെ എടുക്കാൻ കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 12 ഇഞ്ച് മാർക്ക് ചെയ്യുകയാണ്. 12 ഇഞ്ചും പിന്നെ 2 ഇഞ്ച് തയ്യൽ തുമ്പ്. 2 ഇഞ്ചിൽ 1 ഇഞ്ച് മതി. നമുക്ക് സ്ലിറ്റിൻ്റെ അവിടെ നമുക്ക് 1 ഇഞ്ചല്ലേ വേണ്ടി. അപ്പോൾ ഞാൻ 1 ഇഞ്ച് ഇട്ടിട്ടുള്ളേ. മറ്റേ ഇവിടെ ബേസിൻ്റെ അവിടെ ജസ്റ്റ് 2 ഇഞ്ചിലാണ്. നമ്മൾ സ്ലിറ്റിൻ്റെ അവിടെ 1 ഇഞ്ചിലുള്ളൂ. അപ്പോൾ ഞാൻ എത്രയാണ് എടുത്തത്? 12 എടുത്ത് 1 ഇഞ്ചും കൂടെ കൂട്ടി 13 എടുത്തിട്ടുള്ളത്. നമുക്കതിവിടെ മാർക്ക് ചെയ്യാം. 12 കൂടെ കൂട്ടി 13. ഇതാണ്. ഇനി നമുക്കിതൊന്ന് ഇതുവരെ ഒന്ന് വരയ്ക്കാം, ഷേപ്പ് ചെയ്ത് വരയ്ക്കാം. അപ്പോൾ നമ്മൾ ഇതാണ് കറക്റ്റ് അളവ്. ഇതാണ്. ഇതിപ്പോൾ ഞാൻ നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട ലൈനാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത് കേട്ടോ. ഇത് അപ്പോൾ ഇതൊന്ന് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ നിങ്ങൾക്ക് ഹിപ്പൊക്കെ മാർക്ക് ചെയ്യാനുള്ള കർവുണ്ടെങ്കിൽ നിങ്ങൾ അത് യൂസ് ചെയ്ത് മാർക്ക് ചെയ്താൽ മതി കേട്ടോ. ഇതാണ് നമുക്ക് തയ്ക്കേണ്ട ലൈൻ. നമ്മൾ തയ്യൽ തുമ്പെന്ന് പറയുന്നത് ഇതാണ്. അതും കൂടി ഇങ്ങനെ നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. കണ്ടോ, ഇത്രയാണ് ചെസ്റ്റ്, വേസ്റ്റ്. ഇതാണ് വേസ്റ്റ്, ഇത് ഹിപ്പ്. ഇവിടെയൊക്കെ ഒരു കട്ടിട്ട് കൊടുത്ത് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഇനി നമുക്ക് ലെന്താണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഇവിടെ എടുക്കാൻ പോകുന്ന ലെന്ത് എന്ന് പറയുന്നത് 45ആണ്. അതിന് 2 ഇഞ്ചും കൂടെ കൂട്ടി 47 ഇതിൻ്റെ ലെന്ത് എടുക്കുന്നത്. അപ്പോൾ എനിക്കിത് വീഡിയോയിൽ കാണിക്കാൻ പറ്റത്തില്ല, കാരണം ഫുൾ ഇത് ടേബിളിൻ്റെ നീളം കുറവായതുകൊണ്ട് ഞാൻ ഇപ്പം പറഞ്ഞു തരാം നിങ്ങൾക്ക് എങ്ങനെയാണ്. നമുക്ക് എത്രയാണോ വേണ്ടത് അതിൻ്റെ കൂടെ 2 ഇഞ്ച് കൂട്ടിയിടണം. 1/2 ഇഞ്ച് ഷോൾഡർ ജോയിനിങ്ങിനും 1 ഇഞ്ച് താഴ്ഭാഗം മടക്കി അടിക്കാനും. പിന്നെ താഴ്ഭാഗം നമ്മൾ 1/2 ഇഞ്ച് എക്സ്ട്രാ ഇടുന്നത് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാലും അതുകൊണ്ടാണ് 2 ഇഞ്ച് ഇടുന്നത് കേട്ടോ. 1.5 ഇഞ്ച് മതി, നമ്മൾ 2 ഇഞ്ച് ഇട്ടോണം. അപ്പോൾ എന്തെങ്കിലും വേരിയേഷൻ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ 2 ഇഞ്ച് കൂട്ടി ഇടാൻ പറയുന്നത്. വേണമെന്നുള്ളത് നമുക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ലാസ്റ്റ് മടക്കി അടിക്കുന്ന നേരത്ത് കട്ട് ചെയ്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രം എടുത്ത് മടക്കി അടിക്കാം. അപ്പോൾ എത്രയാണോ വേണ്ടത് ലെന്ത് അതിൻ്റെ കൂടി 2 ഇഞ്ചും കൂടി എക്സ്ട്രാ എടുത്തോണം. 45 എനിക്ക് വേണ്ട, ഞാൻ 47 എടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഇത് നമുക്ക് താഴ്ഭാഗം വരെ വരച്ചിട്ട് ഞാൻ കാണിക്കാം. കണ്ടോ, ഞാൻ എന്താ വരച്ചേക്കുന്നത് കണ്ടോ. അത് ഇവിടെ നിന്ന് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് താഴോട്ട് നമ്മൾ ഇവിടെ നിന്നും 14 ഇഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങോട്ടേക്ക്. എന്നിട്ട് അതിലോട്ട് കൊണ്ട് തയ്യത്തും ഉൾപ്പെടെയാണ് 14 ഇഞ്ച് എടുത്തേക്കുന്നത്. ഇനി നമുക്കിത് ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് ആദ്യം ബാക്ക് വേണം കട്ട് ചെയ്തെടുക്കാൻ. കട്ട് ചെയ്ത് എടുക്കണം. എന്നിട്ട് ഷോൾഡർ സെപ്പറേറ്റ് ചെയ്തിട്ട് വേണം ഫ്രണ്ട് ഭാഗം ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ബാക്ക് ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അത് ഞാനിപ്പോൾ ഇത് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ. ഈ ഭാഗം അത്രയും സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുവരെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഈ ഷോൾഡറിൻ്റെ ഇവിടെ ഫോൾഡ് ചെയ്ത ഭാഗം അത് സെപ്പറേറ്റ് ചെയ്യണം, ഫ്രണ്ടും ബാക്കും ആയിട്ട്. ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ. ഇനി ഇതിൻ്റെ ഒരു ഭാഗം നമ്മൾ മാറ്റി വച്ചിട്ട് വേണം മടക്കിയിടാൻ. അപ്പോൾ ഇത് ഫ്രണ്ടാണ്, നമ്മൾ വരച്ചിട്ടില്ലേ ആ ഭാഗം തന്നെ എടുക്കണം കേട്ടോ. അകത്തുള്ള പീസ് വേണം ബാക്കിനായിട്ട് മാറ്റി വയ്ക്കണം. ഇനി ഇതും കൂടി നമുക്കൊന്ന് കുഴിച്ച് കട്ട് ചെയ്യാം. ഇത്രയും ഭാഗം ഫ്രണ്ടിനുള്ളത് കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് ഫ്രണ്ടാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് മുകളിലൊരു കട്ട് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ ഒന്ന് എഴുതി വെച്ചാലും മതി. ഇത് ഫ്രണ്ടാണ് എന്നറിയാൻ എഴുതി വയ്ക്കണം, കാരണം നമുക്ക് കുഴിച്ച് കട്ട് ചെയ്ത് മാറിപ്പോകരുത്. ഇവിടെ എഴുതി വയ്ക്കണം, ഈ ഭാഗത്ത് ഒന്ന് എഴുതി വെച്ചേക്കാം. നമുക്ക് മാർക്കിങ് കാണുന്നില്ലെങ്കിൽ ഒന്നും കൂടി വീഡിയോ കാണണം കേട്ടോ, കാരണം വേറെ ഏത് ചോക്കിട്ട് വരച്ചിട്ട് തെളിയുന്നില്ല. ഇത് ഫ്രണ്ടാണ്. അപ്പോൾ ഇതിന് നെക്ക് നമ്മൾ ക്യാൻവാസ് വെച്ച് ചെയ്യുന്നത് കൊണ്ട് ഇപ്പോൾ കട്ട് ചെയ്യുന്നില്ല, പിന്നീട് കട്ട്. അപ്പോൾ ഫ്രണ്ടായി. ഇനി ബാക്ക് നമുക്കൊണ്ട് സെൻറ്റർ ഒന്ന് കട്ട് കൊടുക്കണം. സെൻറ്റർ അറിയാൻ വേണ്ടിയിട്ടൊന്ന് ചെറിയൊരു കട്ട് കൊടുക്കണം. അതുപോലെ തന്നെ ബാക്ക് എടുത്തിട്ടും ചെയ്യണം. അപ്പോൾ ഇത് ബാക്ക് പീസാണ്, ഇതിൻ്റെ സെൻറ്റർ. ഇതും ക്യാൻവാസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ പുറത്ത് തയ്ച്ചു കൊടുക്കുമ്പോൾ നെക്കൊക്കെ ക്യാൻവാസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നമുക്ക് വീട്ടിലൊക്കെ ഉപയോഗിക്കാനാണെങ്കിൽ, നമുക്ക് വേണ്ടിയിട്ടൊക്കെ ആണെങ്കിൽ ക്യാൻവാസ് വെച്ചില്ലെങ്കിൽ പുറത്തിടുന്നതിൽ വീട്ടിൽ ഉപയോഗിക്കാനുള്ളത് കേട്ടോ. അപ്പോൾ ക്യാൻവാസ് ചെയ്താൽ കുറച്ചുകൂടി പെർഫെക്ഷൻ കിട്ടും കേട്ടോ. അപ്പോൾ വീണ്ടും ഓർഡർ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ക്യാൻവാസ് വെച്ചിട്ട് തന്നെ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് ഫ്രണ്ടായി, അല്ല ബാക്കായി, ഇത് ഫ്രണ്ട്. ഇനി നമുക്കിതിൻ്റെ സ്ലീവാണ് കട്ട് ചെയ്യേണ്ടത്.
ഇത് രണ്ടും ഇങ്ങനെ മടക്കി തന്നെ വയ്ക്കണം, ഇല്ലെങ്കിൽ നമുക്കിത് പെട്ടെന്ന് ഉടഞ്ഞു പോകും കേട്ടോ. ഉടഞ്ഞ് ഒരു തുണിയുടെ മുഷിഞ്ഞ പോലെ ആയിരിക്കും. അപ്പോൾ ഇത് രണ്ടും ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. സ്ലീവിൽ ഇത്രയും തുണിയാണ് കട്ട് ചെയ്തതിന് മിച്ചമുള്ളത്. ഇപ്പോൾ ഞാൻ എൻ്റെ ലെങ്ത് നോക്കിയപ്പോൾ ഏകദേശം ഒരു 9.5 ഇഞ്ചോളം കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കിത് മതിയാവും. പിന്നെ നമ്മൾ കണ്ട് ഇതാണ് പാൻറ്റ് പീസായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇതാണ് പാൻറ്റിനുള്ള നമ്മുടെ ചുരിദാറിൻ്റെ പാൻറ്റിന് ഇതാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് മിക്സ് ആൻഡ് മാച്ച് ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കുറച്ച് ഡിസൈൻ കൂടെ നമുക്ക് ഈ സ്ലീവിൽ ഉൾപ്പെടുത്താൻ കഴിയും. അപ്പോൾ കുറച്ച് ലെങ്തും കൂടി ഇതിൽ കിട്ടും. അപ്പോൾ നമുക്ക് ഇത്രയും മതി. നമുക്ക് സെപ്പറേറ്റ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ, 1 മീറ്ററോളം കട്ട് ചെയ്ത് മാറ്റിയിട്ടില്ലേ, അത് എടുക്കേണ്ട ആവശ്യമില്ല. ഇതിൽ തന്നെ തുണി കിട്ടുന്നുണ്ട് കേട്ടോ. കണ്ടോ 9 ഇഞ്ചോളം വരുന്നുണ്ട്. അപ്പോൾ അതിൽ ആ പീസും കൂടി ചേർത്ത് വയ്ക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഡിസൈൻ ചെയ്യണ്ടേ. അപ്പം ചെയ്യുമ്പോൾ തുണി കുറച്ചുകൂടി ഒരു 1.5 ഏകദേശം 2 ഇഞ്ചോളം നമുക്ക് ലെങ്ത് വീണ്ടും കൂടുതലായിട്ട് കിട്ടും. അപ്പോൾ അത് കുഴപ്പമില്ല. അപ്പോൾ ഇത് എത്രയുണ്ടെന്ന് നോക്കണം. 9.5. അതേ 9.5 തന്നെ നമുക്ക് ആദ്യം ആം ഹോളിൻ്റെ അളവെടുക്കണം, എന്നിട്ട് വേണം ഇത് കട്ട് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ആം ഹോളിൻ്റെ അളവെടുക്കുമ്പോൾ ഫ്രണ്ട് ആം ഹോളിൻ്റെ അളകരുത്, ബാക്ക് ആം ഹോളിൻ്റെ അളവ് വേണം എടുക്കാൻ. അതനുസരിച്ച് വേണം തുണി എടുക്കാൻ. ഇതൊന്ന് നമ്മൾ അളന്ന് നോക്കണം എത്ര ഉണ്ടെന്ന്. അപ്പോൾ അതനുസരിച്ചുള്ള തുണി നമുക്ക് വീതി മതിയാവും സ്ലീവിന്. 11.5 ഇഞ്ച് 12 ഇഞ്ചോളം വരുന്നുണ്ട്. 1/2 ഇഞ്ച് കുറച്ച് ഒരു 11.5 ഇഞ്ചിലുള്ള 11.5 ഇഞ്ച് വിട്ട് വേണം നമ്മൾ എടുക്കാൻ പോകുന്ന തുണിക്ക് കേട്ടോ. 1/2 ഇഞ്ച് ഷോർട്ടേജ് ചെയ്യാൻ പോകുമല്ലോ. 12 ഇഞ്ച് ആയാലും 11.5 മതിയോ, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇനി നമുക്ക് ഇത് എത്ര ഉണ്ടെന്ന് നോക്കണം. 12 ഇഞ്ച് എന്ന് പറയുമ്പോൾ ഇത് ഇവിടെയാണ് വരുന്നത്, അല്ലെങ്കിൽ 11 പറയുമ്പോൾ ഇവിടെ വരണം. അപ്പോൾ നമുക്ക് ഇത്രയും ഭാഗത്ത് തുണിയില്ല. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, കട്ട് ചെയ്ത് ഈ പീസ് വെച്ച് ഇവിടെ ചേർക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, തൽക്കാലം നമുക്ക് അപ്പം ഇതേ വെച്ച് അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് സ്റ്റിച്ചിങ് പാർട്ടിൽ ഇതെങ്ങനെയാണ് ഈ സൈഡിൽ ഈ തുണി കട്ട് ചെയ്ത് ജോയിൻ ചെയ്യേണ്ടതെന്നും കൂടെ കാണിച്ചു തരാം. അപ്പോൾ തൽക്കാലം നമുക്ക് ഈ കട്ടിങ് വെച്ച് അവിടെ വെച്ചിട്ട് ഇത് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. ജോയിൻ ചെയ്താൽ നമുക്ക് തുണി ഉണ്ട് ജോയിൻ ചെയ്യാം. പിന്നെ നമ്മൾ വേറെ എക്സ്ട്രാ പീസ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് എടുക്കേണ്ട ആവശ്യമില്ല. ഈ പീസ് ഇങ്ങനെ ചേർത്ത് വെച്ച് ലെവൽ ചെയ്ത് കട്ട് ചെയ്തിട്ട് വേണം ചേർക്കാൻ കേട്ടോ. ചേർത്ത് വെച്ച് ഒരു കിട്ടും 12 ഇഞ്ചോ 11 ഇഞ്ചോളം കിട്ടും കേട്ടോ. 10 11ഓളം കിട്ടുന്നുണ്ട്. ഒരു കുറച്ച് ചെറിയ പീസും കൂടി ഇവിടെ ഇങ്ങനെ ജോയിൻ ചെയ്താൽ മതിയാവും. നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. നമുക്ക് ഇങ്ങനെയുള്ള തുണി ആയതുകൊണ്ട് ജോയിൻ ചെയ്യാലും അറിയത്തില്ല കേട്ടോ. അപ്പോൾ നമുക്ക് തുണി നഷ്ടം വരത്തില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഇതേ ലെവലിൽ ഈ തുണിയും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഇതേ ലെവലിൽ ഈ തുണിയും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ കുറച്ച് പീസും കൂടി വെച്ചാണ്. കാരണം ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് 10 11 ഇഞ്ചോളം അടുപ്പിച്ചേ വരത്തുള്ളൂ. അപ്പം ഇതും കൂടി ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇത് തമ്മിൽ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് വേണം നമുക്കിത് സ്റ്റിച്ച് ചെയ്തിട്ട് വേണം കട്ട് ചെയ്യാൻ. അപ്പോൾ അത് ഞാൻ സ്റ്റിച്ചിങ് പാർട്ടിൽ കാണിക്കാം. അപ്പോൾ ഇത്രയും നമുക്ക് എന്തൊക്കെയായി, ഫ്രണ്ട് ബാക്ക് സ്ലീവായി. സ്ലീവ് കട്ട് ചെയ്തിട്ടില്ല, സ്റ്റിച്ചിങ് പാർട്ടിൽ കാണിക്കാം. പിന്നെ ഇത്രയും ഭാഗം മാത്രമേ നമ്മൾ എടുത്ത തുണിയിൽ ബാക്കിയുള്ളൂ. ഇതുപോലെ ക്രോസ് പീസായിട്ട് അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തിനൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഇതങ്ങോട്ട് മാറ്റി വയ്ക്കുക. നമ്മളിതിൻ്റെ സ്ലീവിൻ്റെ നെക്കിൻ്റെ ഭാഗത്ത് സൈഡിലേക്ക് ഇത് ഇതിൻ്റെ ഡിസൈൻ വയ്ക്കുന്നുണ്ട് കേട്ടോ. വെറും പ്ലെയിനായിട്ട് തയ്ക്കാതെ ഇതിൻ്റെ ചെറിയ ഡിസൈനും കൂടെ വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കട്ടിങ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി സ്റ്റിച്ചിങ് പാർട്ട് അടുത്ത വീഡിയോയിൽ കാണാം, അല്ലെങ്കിൽ ലെങ്ത് ഒരുപാട് കൂടി പോകും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.